ഞാൻ EMI എടുക്കാറില്ല. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിലും ഇല്ല, അങ്ങനെ EMI ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. EMI ഇല്ലാത്തതാണ് സത്യം പറഞ്ഞാൽ അപ്പൊ സ്ട്രെസ് ഇല്ലാത്തതിന് ഒരു പ്രധാന കാരണം. സത്യം വേണമെങ്കിൽ അങ്ങനെയും പറയാം. EMI ഞാൻ ഇതുവരെ എടുത്തിട്ടുമില്ല, ഇനി എടുക്കണമെന്നുമില്ല. അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ്. ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ? ക്രെഡിറ്റ് കാർഡും ഇല്ല. ഇപ്പൊ 100 രൂപന്റെ സാധനം ചിലവർ 80 രൂപയ്ക്ക് ചോദിക്കും. നേരെ മറിച്ച് 100 രൂപ പറയുമ്പോൾ ചിലവർ 200 രൂപ തന്നിട്ട് പോകും. ആൾക്കാരുടെ മെന്റാലിറ്റി പലതാണ്. അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. ചിലർ ബാർഗെയിൻ ചെയ്യും, ചിലർ കൂടുതൽ തരും. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ബാർഗെയിൻ ചെയ്ത് കുറയ്ക്കുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? ബാർഗെയിൻ നമ്മളെ പിന്നെ അവർക്ക് മനസ്സിലാവും ഇങ്ങനെ ഫുട്പാത്തിൽ നിന്ന് ചെയ്യുന്ന പയ്യനല്ലേ, അപ്പൊ എന്തെങ്കിലും അധികം കിട്ടിക്കൊണ്ട് അധികം പേര് അങ്ങനെ ബാർഗെയിൻ ചെയ്യൽ കുറവാണ്. എന്നാലും ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ. അങ്ങനെ വിഷമം തോന്നാറൊന്നുമില്ല. പിന്നെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും. മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പാണ്, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ആദ്യം അതിലേക്കൊരു മൂവ് എടുക്കുക. ബാക്കിക്ക് ഓട്ടോമാറ്റിക് വന്നോളൂ. മനസ്സമാധാനത്തിന് ഇമ്പോർട്ടൻ്റ്. ഒരു മനുഷ്യന് സത്യം പറഞ്ഞ സമാധാനമാണ് വലുത് അല്ലേ? അതെ. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി അതിന് തന്നെ കൊടുത്തു, മനസ്സമാധാനത്തിന്. ബാക്കിയുള്ളതൊക്കെ അതിന് ശേഷം പിന്നെ മെല്ലെ മെല്ലെ വന്നോളൂ. ഇപ്പോൾ ഈ വണ്ടികൾ ഇപ്പോൾ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, അതിനനുസരിച്ച് വർക്ക്ഷോപ്പ് വണ്ടികളുള്ളിടത്തോളം കാലം വർക്ക്ഷോപ്പ് ഉണ്ടാവും. അവർ തലയിൽ വെക്കുന്ന ഹെൽമെറ്റ് ഉള്ളിടത്തോളം കാലം നമ്മളും ഉണ്ടാവും. അത്രേ ഉള്ളൂ. നമസ്കാരം. ഓക്കെ, നമസ്കാരം. ആ മാതൃഭൂമിയുടെ വാർത്ത വന്നതിന് ശേഷമേ ഇപ്പൊ ഒരാഴ്ചയായല്ലോ, എങ്ങനെയുണ്ട്? കുറച്ചുകൂടി കച്ചവടം കൂടിയോ? കച്ചവടം കുറച്ചുകൂടി കൂടുതൽ ആൾക്കാർ അറിഞ്ഞല്ലോ. അപ്പൊ അതിനനുസരിച്ച് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, തിരക്കായി, ഫോൺ വിളിയായി. ഇപ്പൊ ആ വാർത്തയിൽ തന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചൊരു ഏരിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, മനസ്സമാധാനം ഉണ്ട് എന്ന് പറയുന്ന ഒരു വരിയായിരുന്നു. സത്യം. നമുക്ക് എല്ലാവർക്കും വേണ്ടത് മനസ്സമാധാനമാണ്. അതെ അതെ, തീർച്ചയായും. അതെങ്ങനെ ചെറിയ പ്രായത്തിൽ മനസ്സമാധാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം? ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ വീട്, കാറ്, ട്രിപ്പ്, അതൊന്നും അല്ല, മനസ്സമാധാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതെന്താ അങ്ങനെ തോന്നാൻ കാര്യം? മനസ്സമാധാനത്തിന് ഇമ്പോർട്ടൻസ്, ഒരു മനുഷ്യന് സത്യം പറഞ്ഞ സമാധാനമാണ് വലുത് അല്ലേ? അതെ. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി അതിന് തന്നെ കൊടുത്തു, മനസ്സമാധാനത്തിന്. ബാക്കിയുള്ളതൊക്കെ അതിന് ശേഷം പിന്നെ മെല്ലെ മെല്ലെ വന്നോളൂ. സമാധാനത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്താൽ മതി. ഇപ്പൊ ഈ തൊഴിൽ പഠിപ്പിച്ചു തന്ന ഇക്ക ഉണ്ടല്ലോ, ആളാ വീഡിയോ കണ്ടിട്ട് വിളിച്ചിരുന്നോ? അതെന്റെ അളിയൻ തന്നെയാണ്. അതിന്റെ മൂപ്പരാൾക്ക് നാട്ടിൽ ജിമ്മും വർക്കൊക്കെ ആയിരുന്നു. അപ്പൊ ഈ കൊറോണന്റെ സമയത്ത് അത് കുറച്ച് നിന്ന സമയത്ത് പുള്ളിക്ക് ഈ വർക്കും അറിയായിരുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ വെറുതെ ഇരിക്കണ്ട, ഞാൻ ഇപ്പൊ സൈഡിൽ കൂടെ ഡിഗ്രിയും ചെയ്തുകൊണ്ടിരിക്കണ്ടായിരുന്നു. അപ്പൊ ഇതും ചെയ്തോ, രണ്ടും പാടെ ഓപ്പൺ ഡിഗ്രിയാണ്, ഇതും നടക്കും എന്നുള്ള മൈൻഡ് പുള്ളി പഠിപ്പിച്ചു. അങ്ങനെ പാലക്കാട് കുറച്ചൊക്കെ ചെയ്തു, കുഴപ്പമില്ലാണ്ട് വർക്കായി. പിന്നെ എറണാകുളത്തേക്ക് വന്നാൽ കുറച്ചുകൂടി വർക്ക് ആവുന്ന ഒരു തോട്ട് വന്നിട്ട് ഞങ്ങളൊരു 4-5 പേര് ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വന്നു. അപ്പോൾ അവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് നടക്കേണ്ടി തോന്നിയപ്പോൾ അങ്ങനെ സെറ്റായി. ഈ ബാക്കിയുള്ള 4 പേര് എവിടെയൊക്കെ വർക്ക് ചെയ്യണേ? ഒരാൾ കളമശ്ശേരി ഉണ്ട്, തൃപ്പൂണിത്തറയിലുണ്ട്, പിന്നെ പള്ളുരുത്തി ഉണ്ട്, മരടിലുണ്ട്, മറൈൻ ഡ്രൈവ് ഉണ്ട്. അങ്ങനെ ഓരോരോ ഭാഗത്തായിട്ടുണ്ട്. ഇപ്പൊ ഈ മഴയുണ്ടല്ലോ, അത് കച്ചവടത്തെ ബാധിക്കുന്നുണ്ടോ? മഴ കച്ചവടത്തെ ബാധിക്കുന്നുണ്ടോ ചോദിച്ചാൽ ബാധിക്കുന്നുണ്ട്. ഈ മഴ സമയത്ത് ആൾക്കാർ പെട്ടെന്ന് വീടെത്തണം എന്നുള്ള മൈൻഡിലാണ് പോവുക. എന്നാലും അത്യാവശ്യക്കാരെന്തായാലും വന്ന് മാറ്റും. ഈ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയാണെങ്കിലേ, ഒരു ദിവസം എന്ത് കിട്ടും ഓൺ ആൻ ആവറേജ് ഹെൽമെറ്റ് നന്നാക്കിയ? അത് കച്ചവടത്തിനനുസരിച്ചിരിക്കും. അതിപ്പോ ചില ദിവസം കച്ചവടം കുറവാണെങ്കിൽ നമുക്ക് തീരെ ചിലപ്പോൾ ഒരു 1000, 1500. ചില കച്ചവടം കൂടിയുള്ള ദിവസമാണ് ഒരു 2,500, 3000. ഒരാൾക്കാണോ പറയണേ? ഇത് ഒരാൾക്കാണോ പറയണേ? അതെ, ഓരോരുത്തർക്കും അത് പറയാൻ പറ്റില്ല. നമുക്ക് കച്ചവടത്തിന് ചിലപ്പോൾ തീരെ കുറവായിരിക്കും, ചിലപ്പോൾ കൂടും. കച്ചവടം അല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. കുറവാണ്, എന്നാലും ഒരു സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ ഇപ്പൊ ഒരു മിനിമം ലെവലില് അങ്ങനെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ആളുകളുടെ ഒരു ചോദ്യം ഉണ്ട്, അതിന് മാത്രം നന്നാക്കാനുള്ള ഹെൽമെറ്റുകൾ കൊച്ചിയിലുണ്ടോ എന്ന്. അപ്പൊ ഓൺ ആൻ ആവറേജ് ഒരു ദിവസം എത്ര ഹെൽമെറ്റ് നന്നാക്കാൻ വരും? ചിലപ്പോൾ ഒരു 10-15 വരും, ചിലപ്പോൾ 20 വരും, അങ്ങനെയൊക്കെ വരും. ചിലപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഈ കച്ചവടത്തിനനുസരിച്ച് വരും, കൂടും. ഇപ്പൊ ഈ വണ്ടികൾ ഇപ്പോൾ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, അതിനനുസരിച്ച് വണ്ടികളുള്ളിടത്തോളം കാലം വർക്ക്ഷോപ്പ് ഉണ്ടാവും. അവർ തലയിൽ വെക്കുന്ന ഹെൽമെറ്റ് ഉള്ളിടത്തോളം കാലം നമ്മളും ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഈ എല്ലാ സമയവും ഇവിടെ തന്നെ ഇരിക്കുകയാണല്ലോ, അപ്പൊ ഈ ഫുഡ് കഴിക്കുക, ബാക്കിയുള്ള വാഷ്റൂം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ബേസിക് ആയിട്ട് ഒരു മനുഷ്യന് വേണ്ട കാര്യങ്ങൾ, അതൊക്കെ എങ്ങനെ നിർവഹിക്കണേ? പറഞ്ഞ ഒന്നില്ലെങ്കിൽ പമ്പ് ഉണ്ട്, ഇല്ലെങ്കിൽ പിന്നെ പള്ളി അങ്ങനെ അടുത്തൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പോയി ചെയ്യാറ്. ഭക്ഷണം എന്താ കഴിക്കുന്നത്? ഭക്ഷണം ഉച്ചയ്ക്ക് മാത്രം ഇവിടുന്ന് ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിക്കും. രാവിലെയും രാത്രി ഞങ്ങൾ റൂമിൽ കുക്ക് ചെയ്യുക. ഒരു ദിവസം അപ്പൊ എന്ത് ചെലവ് വരും സാധനം ജീവിക്കാൻ? ഒരു ദിവസം ചെലവ് വരും ചോദിച്ചാൽ മെയിൻലി ഭക്ഷണത്തിന്റെ ഫുഡാണ്. പിന്നെ ഈ പോയി വരാനുള്ള പെട്രോളിന്റെ ചെറിയൊരു എക്സ്പെൻസും അത്രേ വരത്തുള്ളൂ. പിന്നെ റൂം റെന്റ് ഒക്കെ ഉണ്ട്, അത് അങ്ങനെ ആ ലെവലിൽ പോകും.
ഇപ്പൊ ഈ കൂട്ടുകാരൊക്കെ ഡിഗ്രി കഴിഞ്ഞിട്ടേ ഓരോരോ IT-യിലും അതുപോലെ ബാക്കിയുള്ള മാർക്കറ്റിംഗ് ജോലികളിലേക്കും അല്ലെങ്കിൽ അല്ലാതെയുള്ള ജോലികളിലേക്കൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അവര് ഈ വീഡിയോ കണ്ടിട്ട് വിളിച്ചിരുന്നു, എടാ നിന്റെ സമാധാനം സന്തോഷം കണ്ട് ഞങ്ങൾക്ക് കൊതിയാവുന്നു, അങ്ങനെ വിളിച്ചിരുന്നു? കുറെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളട വീഡിയോ ഒക്കെ കണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. കുറെ പേർക്ക് അറിയാം, കൂടുതൽ പേർക്ക് അറിയാം കൂട്ടുകാർക്ക് ഇതാണ് വർക്ക് എന്നുള്ളത്. നന്നായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ട് കുറെ പേര് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന് ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു? ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരാളെ കീഴിലും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത് എന്നുള്ളൊരു ആഗ്രഹം ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. അതിനാണ് പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്യാന്നുള്ളൊരു തോട്ടിലാണ് എനിക്ക് വന്നത്. ഈ ബാക്കിയുള്ളവരൊക്കെ സ്ഥിരമായിട്ട് ഒരു ജോലിക്ക് പോകാനുള്ള പ്രധാന കാരണം ഈ കാലഘട്ടത്തിൽ EMI ആണ്. അതെ, EMI, ഫോണിന് EMI ഉണ്ടാവും, കാറിന് EMI, ബൈക്കിന് EMI, ഡ്രസ്സിന് വരെ PMI കിട്ടുന്ന കാലാണ്. EMI ഉണ്ടോ സഹദിന്? അതോ ഇല്ല, ഞാൻ EMI എടുക്കാറില്ല. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിലും ഇല്ല, അങ്ങനെ EMI ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. EMI ഇല്ലാത്തതാണ് സത്യം പറഞ്ഞാൽ അപ്പൊ സ്ട്രെസ് ഇല്ലാത്തതിന് ഒരു പ്രധാന കാരണം. സത്യമാണ്, അങ്ങനെയും പറയാം. EMI ഞാൻ ഇതുവരെ എടുത്തിട്ടുമില്ല, ഇനി എടുക്കണമെന്നുമില്ല. അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ്. ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ? ക്രെഡിറ്റ് കാർഡും ഇല്ല. ഓക്കെ. അപ്പൊ ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ സമീപിക്കാറുണ്ട്, പോലെ വിളിക്കാറുണ്ട്. ഞാൻ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാറാണ് ചെയ്യാറ്. ഇപ്പൊ ഈ ബിസിനസിന്റെ ഒരു അടുത്ത ലെവല് അല്ലെങ്കിൽ അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ സാധാരണ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഞങ്ങളിപ്പോ ഇതിന്റെ കൂടെ തന്നെ ഞങ്ങൾക്കൊരു ഓൺലൈൻ സ്റ്റോർ വല്ല ഒരു ഇതുണ്ട്, ഇൻസ്റ്റഗ്രാം പേജ്, ഓൾഡ് പോക്കറ്റ് പറയും. അപ്പൊ അതിൽ കൂടെ ഞങ്ങള് ഈ ഹെൽമെറ്റുകൾ, ഈ റെട്രോ ടൈപ്പ് ഹെൽമെറ്റ്സ് ഒക്കെ അല്ലേ, അങ്ങനത്തെ ഹെൽമെറ്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ അത്യാവശ്യം ഞങ്ങൾക്ക് ഓർഡേഴ്സും ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതും എല്ലാം കണ്ടൊന്ന് ഡെവലപ്പ് ചെയ്ത് ഒരു ഷോപ്പ് പോലെ ഒരു ബ്രാൻഡ് പോലെ കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്താ ബ്രാൻഡിന്റെ പേര്? ഓൾഡ് പോക്കറ്റ് എന്നാണ് പേര്, അതിന്റെ പേര്. ഓക്കെ. ഇപ്പം ആളുകൾ വന്നിട്ട് ഇങ്ങനെ വഴിയോര കച്ചവടക്കാരനാണല്ലോ ആക്ച്വലി. അപ്പൊ ആളുകൾ വന്നിട്ട് ഇങ്ങനെ ബാർഗെയിൻ ഒക്കെ ചെയ്യാറുണ്ടോ? ഇത്ര കുറച്ച് തരുമോ എന്നൊക്കെ വെച്ചിട്ട് ആളുകൾ വില വെച്ചാറുണ്ടോ? അപ്പൊ ആൾക്കാരുടെ പല മെന്റാലിറ്റിയുള്ള ആൾക്കാരാണ്. അപ്പൊ ചിലവരൊന്ന് ബാർഗെയിൻ ചെയ്യും. ഇപ്പൊ 100 രൂപന്റെ സാധനം ചിലവർ 80 രൂപയ്ക്ക് ചോദിക്കും. നേരെ മറിച്ച് 100 രൂപ പറയുമ്പോൾ ചിലവർ 200 രൂപ തന്നിട്ട് പോകും. ആൾക്കാരുടെ മെന്റാലിറ്റി പലതാണ്. അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. ചിലവർ ബാർഗെയിൻ ചെയ്യും, ചിലവർ കൂടുതൽ തരും. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ബാർഗെയിൻ ചെയ്ത് കുറയ്ക്കുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? ബാർഗെയിൻ പിന്നെ അവർക്ക് മനസ്സിലാവും ഇങ്ങനെ ഫുട്പാത്തിൽ നിന്ന് ചെയ്യുന്ന പയ്യനല്ലേ, അപ്പൊ എന്തെങ്കിലും അധികം കിട്ടിക്കൊണ്ട് അധികം പേര് അങ്ങനെ ബാർഗെയിൻ ചെയ്യൽ കുറവാണ്. എന്നാലും ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ. അങ്ങനെ വിഷമം തോന്നാറൊന്നുമില്ല. പിന്നെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും. ഈ വഴിയിലിരുന്നിട്ട് ഈ ഹെൽമെറ്റ് നന്നാക്കലാണ് പണി എന്നൊക്കെ പറയുമ്പോഴേ ആളുകൾ ഇങ്ങനെ വേറെ രീതിയിലൊക്കെ ഉപദേശിക്കാറുണ്ടോ? ഭാവിയിൽ കല്യാണത്തിന് അല്ലെങ്കിൽ ആളുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് പറയും, അങ്ങനെ ഉപദേശിച്ചവരുണ്ടോ? അങ്ങനെ ഉപദേശിച്ചവർ ഇങ്ങനെ പറയും, ഇങ്ങനെ ഇരുന്ന് അവിടെ നിന്ന് എന്താ കിട്ടുക അങ്ങനെയൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ അതങ്ങനെ കൂടുതൽ കെയർ ചെയ്യാറില്ല. അതിനെപ്പറ്റി അങ്ങനെ അത്ര കെയർ ചെയ്യാറില്ല. അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഈ എന്താ ശരിക്കും അപ്പൊ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലേ ഭാവിയിൽ എന്ത് പഠിക്കാനാ ഇപ്പൊ ആഗ്രഹം? കാരണം ഇപ്പൊ ഡിഗ്രി പഠിച്ച ഒരുപാട് പേരുടെ സാധനത്തിന്റെ കൂടെയുള്ള ആളുകൾ ജോലി ഇല്ലാത്തവരായിട്ട് നടക്കുന്നുണ്ടാവും. അപ്പൊ സാധനം ജോലി ചെയ്യുന്നുണ്ടോ ഓൾറെഡി ആ സമയത്ത് തന്നെ? ഇനി ഡിഗ്രി പോയി പഠിക്കണം എന്തിനാ, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഡിഗ്രി എനിക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഞാൻ ചിലപ്പോൾ വൈകാണ്ട് സൈഡിൽ കൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അത് അങ്ങനെ ഈ കൊല്ലനെ നോക്കട്ടെ, ചെയ്യണം. ഇത് ബാക്കിയുള്ള ആളുകൾക്ക് കൂടി പഠിപ്പിച്ചു കൊടുക്കാൻ സാധ്യത ഒരു ആലോചന ഉണ്ടോ ഹെൽമെറ്റിന്റെ? ഇപ്പൊ ഈ വീഡിയോ വന്നതിന് ശേഷം കുറെ പേര് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് പഠിപ്പിച്ചു തരുമോ, എനിക്ക് എന്റെ നാട്ടിൽ ചെയ്യാനാണെന്നുണ്ട്. അപ്പൊ എന്റെ ബ്രദർ ഉണ്ട്, പുള്ളിയാണ് ആക്ച്വലി ഇതൊക്കെ നോക്കി നടത്തുന്നത്. അപ്പൊ ഞാൻ പുള്ളിയുടെ നമ്പർ കൊടുക്കും, പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്യും. അങ്ങനെ പുള്ളിയെ കോൺടാക്ട് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കും. നമ്മുടെ തന്നെ ഒരുപാട് സ്പോട്ടുകളുണ്ടല്ലോ, അപ്പൊ അവിടേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് ഇപ്പൊ അവർക്ക് അവരുടെ നാട്ടിൽ പോയി ചെയ്യാം. ഓക്കെ. ഈ സ്വന്തമായിട്ട് റിസ്ക് എടുക്കാനേ, അതായത് ബാക്കിയുള്ളവർ എന്ത് വിചാരിച്ചിട്ട് സ്വന്തമായിട്ടൊരു കാര്യം തുടങ്ങാനോ, ഇപ്പൊ കോണ്ടന്റ് ക്രിയേഷനോ അല്ലെങ്കിൽ ഇങ്ങനെ ഹെൽമെറ്റ് നന്നാക്കുന്നോ അല്ലെങ്കിൽ ഒരു ഫുഡ് ബിസിനസ്സോ ബിവറേജ് ബിസിനസ്സോ ഒന്നും സ്വന്തമായിട്ട് തുടങ്ങാൻ പേടിച്ചിരിക്കുന്ന ആളുകളുണ്ട്, കഴിവുണ്ടായിട്ടും. അവരോട് എന്താ പറയാനുള്ള? മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അല്ലാണ്ട് നമ്മള് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ ഒരു കണ്ടന്റ് ക്രിയേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ആണ്, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ആദ്യം അതിലേക്കൊരു മൂവ് എടുക്കുക. ബാക്കി ഓട്ടോമാറ്റിക് വന്നോളും. കോണ്ടന്റ് ക്രിയേഷൻ താല്പര്യമുണ്ടോ? കോണ്ടന്റ് ക്രിയേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു പേജ് ഉണ്ട്. അപ്പൊ ചെറിയ രീതിയിലായി ഞങ്ങൾ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട് അതിൽ, ആ പേജിലൂടെ തന്നെ. എന്താ അതിന്റെ ഹോബി? ഗെയിമിങ്, പുസ്തകം വായിക്കുക, റീഡ് ചെയ്യും. ഞാൻ അത്യാവശ്യം റീഡ് ചെയ്യും, പുസ്തകം വായിക്കും. ഓക്കെ. സഹദ് എന്ത് ടൈപ്പ് പുസ്തകങ്ങളാ വായിക്കുന്നത്? പുസ്തകങ്ങള് ഞാൻ പല ടൈപ്പ് പുസ്തകങ്ങൾ. ഇപ്പൊ ഞാൻ വായിക്കുന്ന ഒരു പുസ്തകമുണ്ട്, ഇപ്പൊ മറ്റേ എൻ മോഹന്റെ ഒരിക്കലും വേണ്ടുള്ളവര്. ഓരോന്ന് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് വായിക്കും. ഒരിക്കലാ വരി ഓർമ്മയുണ്ടോ? ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല, പകുതി എത്തിയിട്ടുള്ളൂ. ഒരിക്കലല്ലാതെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാ? ഒരിക്കലല്ലാതെ പാത്തുമ്മയുടെ ആട് ഇഷ്ടമാണ്, ബഷീറിന്റെ. അങ്ങനത്തെ കുറച്ച് ബഷീറിന്റെ ഒട്ടുമിക്ക പുസ്തകങ്ങൾ കുറച്ച് ഇഷ്ടമാണ്.
ബഷീറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാ? ബഷീറിന്റെ ബാല്യകാല സഖി അതൊക്കെ ഇഷ്ടമാണ്. രാത്രി ഇപ്പൊ 6 മണിക്ക് പോയതിനു ശേഷേ ഇപ്പൊ വർക്കൗട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു സെൽഫ് ടൈം, മീ ടൈം അങ്ങനെ സമയം കിട്ടാറുണ്ടോ? ഉണ്ട്. ഞാനൊരു വർക്ക് കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും വീടെത്തും. ഒരു 8:30ക്ക് ജിമ്മിക്ക് പോകും. അതിനെ ജിമ്മ് കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ചൊന്നുമില്ല ചിലപ്പോൾ ഫോൺ നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കും, പിന്നെ കിടന്നുറങ്ങും. അങ്ങനെയാണ് പോണത്. ഈ വരവും ചെലവും മുട്ടുന്നുണ്ടോ? വരവും ചെലവും മുട്ടുന്നുണ്ടോ മീൻസ് മനസ്സിലായില്ല. അതായത് കിട്ടുന്ന പൈസക്ക് അനുസരിച്ച് തന്നെ റെന്റ് കൊടുത്ത് ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള ലിഷർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, സുഖമായി പറ്റുന്നുണ്ട്. ലാഭം നമുക്കൊരു സേവിങ്സും ചെയ്യാൻ കിട്ടുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ആളുകൾ ചോദിക്കുകയാണ് ഇപ്പൊ ഹെൽമെറ്റ് നന്നാക്കി നിനക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ എന്താ മറുപടി പറയാ? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാൻ പറ്റി. എനിക്ക് കുറച്ച് അത്യാവശ്യം നല്ല ഏണിങ്സും ഉണ്ട്. കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. അത്രയല്ലേ. താങ്ക് യു. അപ്പോൾ തമ്മനം പുല്ലേപ്പടി റോഡിൽ ഷഹദുണ്ട്. ഹെൽമെറ്റുകൾ പുഞ്ചിരിയോടുകൂടി ആ ചെറുപ്പക്കാരൻ നിങ്ങൾക്ക് നന്നാക്കി തരും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു റിസ്ക് എടുക്കാൻ, സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാൻ പേടിച്ചിരിക്കുകയോ ഭയപ്പെട്ടിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഷഹദിനെ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷനായിട്ട് എടുക്കാം. നമ്മൾ ചെയ്യുന്ന ജോലിയിലല്ല, ആ ജോലി നമുക്ക് എന്ത് സംതൃപ്തി തരുന്നു, നമുക്ക് എത്രമാത്രം മനസ്സമാധാനം തരുന്നു, നമുക്ക് എത്രമാത്രം സ്വയം സമയം ചിലവാക്കാൻ തരുന്നു എന്നുള്ളതെല്ലാം നമ്മൾ തീർച്ചയായും വിചിന്തനം ചെയ്യേണ്ട ഫാക്ടേഴ്സാണ്. അപ്പോൾ ഷഹദിനെ പോലെയുള്ള ചെറുപ്പക്കാർ ഇനിയും ഉണ്ടാവട്ടെ. സ്വയം തൊഴിലും സ്വയം പര്യാപ്തതയും നേടുന്നവരാവട്ടെ നമ്മുടെ ചെറുപ്പക്കാർ. നമസ്കാരം.